കാസർകോട്ടെ ഒരു കോട്ട ബേക്കൽ കോട്ട കാണാൻ മനോഹരമാണ്, പഴമയുടെ പ്രതീകമാണ്. കടലിന്റെ കൂട്ടും സഹവാസവും ഒന്നുകൂടി അതിനെ പ്രൗഢമാക്കുന്നു. കോട്ടയുടെ പടിഞ്ഞാറു ഭാഗത്തേക്കുള്ള വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നാൽ കടലിന്റെ കമനീയ കാഴ്ചകൾ കാണാൻ കഴിയും. കടലെത്ര കണ്ടാലും മടുക്കുകയില്ല. ഇവിടുത്തെ കടൽ കണ്ടാൽ മറക്കുകയുമില്ല. ഉൾക്കടലിൽ നിന്ന് ഉരുണ്ടുവരുന്ന തിരമാലകൾ തീരത്തെ പാറക്കെട്ടുകളിൽ തട്ടി ഉയർന്നു പൊന്തുന്നത് കൊണ്ടാവാം ഉപ്പുപുരട്ടിയ തണുത്ത നീരാവി കാറ്റിനൊപ്പം വന്ന് മേനി നനക്കുന്നുണ്ട്. കോട്ടയുടെ തെക്ക് ഭാഗത്തുള്ള ജനലിലൂടെ പുറത്തേക്ക് കാണുന്ന കാഴ്ചയാണിത്. നേരിട്ടുള്ള കാഴ്ച ഇതിലും മനോഹരമാണ്. കടൽ വഴി കോട്ടയ്ക്ക് നേരെ വരുന്ന ശത്രുക്കളെ തോക്കുപയോഗിച്ച് തുരത്തുന്നതിനു വേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് ചെരിച്ച് നിർമ്മിച്ചിട്ടുള്ള സുഷിരങ്ങളാണിവ. കോട്ട സ്ഥിതി ചെയ്യുന്ന പ്രദേശം കദംബ രാജവംശത്തിൻ്റെയും മൂഷിക രാജവംശത്തിൻ്റെയും കോലത്തിരി രാജാക്കന്മാരുടെയും അധീനതയിലായിരുന്നു. പിന്നീട് ബദിനൂർ രാജാവിൻ്റെ അധീനതയിലായി. ബദിനൂർ രാജാവായ ശിവപ്പ നായിക്ക് 1645 1660 ഇടയിൽ ഈ കോട്ട നിർമ്മിച്ചു. 1760 മുതൽ മൈസൂർ രാജാവായ ഹൈദരലി കൈയടക്കി. പിന്നീട് ടിപ്പു സുൽത്താൻ മലനാടിൻ്റെയും തുളുനാടിൻ്റെയും പ്രധാന ഭരണകേന്ദ്രമായി ഉപയോഗിച്ചു. ടിപ്പുവിൻ്റെ മരണശേഷം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. നമ്മുടെ കണ്ണുകളെ ഒറ്റക്കാഴ്ചയിൽ തളച്ചിടാതെ പലവിധ ഭരണക്കാഴ്ചകളിലേക്ക് തുറന്നിട്ട് കൊടുക്കുക. അതിനുള്ള ഏറ്റവും നല്ല മാർഗമാണ് യാത്ര തുടരും.